സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോയെന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ. പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ലോക പക്ഷാഘാത ദിനം. ലോക പക്ഷാഘാത ദിനം എന്നാണ് ഒക്ടോബർ 29. ഒക്ടോബർ 29. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. മെല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ. മെല്ലിശൈ മന്നൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥനാണ്. MS വിശ്വനാഥൻ. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശം രാജ്ഹാര കുന്നുകളാണ്. രാജ്ഹാര കുന്നുകൾ. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പത്രത്തിന്റെ പേരെന്താണ്? സ്വതന്ത്ര ഭാരതം. പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് നിന്നുമാണ്. കോഴിക്കോട്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത്. പുത്തൻ കലവും അരിവാളും എന്ന കവിത രചിച്ചത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുടിയൊഴിക്കൽ എന്ന കവിത രചിച്ചത്. കുടിയൊഴിക്കൽ വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വനിത. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ബാലാമണി അമ്മ. ബാലാമണി അമ്മ. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ്. ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവാണ് ഉദയമാർത്താണ്ഡവർമ്മ. ഉദയമാർത്താണ്ഡവർമ്മ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്ത പ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നത് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ്. ഇൻക്യുബേഷൻ പീരീഡ്. മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ഗ്രന്ഥത്തിന്റെ പേര് മാതംഗലീല. ആനയാണ്. ആന. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസേതര മുഖ്യമന്ത്രി. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസേതര മുഖ്യമന്ത്രിയായത് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്ന വർഷം 2007. 2007. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്നത് 2007. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി കഥകളിയിലാണ്. കഥകളി. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി എന്നത് പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ്. കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജാണ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവമാണ്. ടിൻഡൽ പ്രഭാവം. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ക്രിപ്റ്റോജനിക് ഡിസീസസ്.
BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത് എപ്പോഴാണ്? BCG വാക്സിൻ നൽകുന്നത് ജനിച്ചുടനാണ്. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായമാണ് 60 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി. ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. തപസ് മജുംദാർ കമ്മിറ്റി ആർട്ടിക്കിൾ 21A ബന്ധപ്പെട്ടിരിക്കുന്നു. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി അറിയപ്പെടുന്നത് പൂനം കൃഷി എന്നാണ്. പൂനം കൃഷി. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് ആണ്. പ്ലേഗ് രോഗം പടർന്നു പിടിച്ചത് കൊണ്ടാണ് പൂനെയിലായിരുന്നു ആദ്യത്തെ വേദി, പിന്നെ അത് മുംബൈയിലേക്ക് മാറ്റി. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ ആരാണ്? കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആമസോൺ മഴക്കാടുകൾ 9 രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. 9. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്കാണ് ഗംഗാവതി. ഗംഗാവതി സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ഗംഗാവതി റൈസ് ടെക്നോളജി പാർക്കാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുരയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക്. ഏത് രാജ്യത്തെ വിവര സാങ്കേതിക സ്ഥാപനമാണ് ഗൂഗിൾ? ഗൂഗിൾ ഏത് രാജ്യത്തെയാണ്? USA ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആരാണ്? വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയയാണ്. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്റ്റിൻ. പേര് ഫോസ്റ്റിൻ. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച നിയമം ഏതാണ്? ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ചത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ടത് മിതവാദികളാണ്. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം മാവിന്റെ ഇനമാണ് കോട്ടുകോണം. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? പ്ലേയിങ് ടു വിൻ സൈന നെഹ്വാൾ. സൈന നെഹ്വാളിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ എന്നത്. കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആര്? കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് PK കുഞ്ഞാക്കമ്മയാണ്. PK കുഞ്ഞാക്കമ്മ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യത്തെ വനിത. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിതയാണ് വയലറ്റ് ആൽവ. വയലറ്റ് ആൽവ. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിത. ഹൈക്കോടതിയിൽ കേസ് വാദിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് വയലറ്റ് ആൽവ. വയലറ്റ് ആൽവ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ആണ് ലാംബർട്ട് ഗ്ലേസിയർ. അന്റാർട്ടിക്കയിലെ ലാംബർട്ട് ഗ്ലേസിയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ. ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ആര്? ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ്
ജാബ് ഹാർട്സൺ ആണ്. ജാബ് ഹാർട്സൺ. എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ആഘോഷത്തിൻ്റെ പേര് ഹെറാത്ത്. ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെറ്റിക്കുലാർ മേഘങ്ങൾ. ലെറ്റിക്കുലാർ മേഘങ്ങൾ, ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. ഇവ സാധാരണയായിട്ട് മലനിരകളുടെ മുകളിലാണ് രൂപപ്പെടുന്നത്. ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങളാണ് ലെൻറ്റിക്കുലാർ മേഘങ്ങൾ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഇരുമ്പ്. ഹേബർ പ്രക്രിയ വഴി അമോണിയയാണ് നിർമ്മിക്കുന്നത്. അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഇരുമ്പ്. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്ത്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ. എവിടെ വെച്ചാണ് 1962 സെപ്റ്റംബർ 10 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? അപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി 1962 സെപ്റ്റംബർ 10. എവിടെ വെച്ചാണ്? കോഴിക്കോടാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ വെച്ചാണ്. ഇന്ത്യൻ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് പ്രസിഡൻസി ആർമിയാണ്. പ്രസിഡൻസി ആർമിയാണ് ഇന്ത്യൻ ആർമിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഹോൾ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. ബ്ലാക്ക് ഹോൾ ജോൺ വീലറാണ്. ജോൺ വീലർ. മദിരാശി യാത്ര എന്ന യാത്രാ വിവരണം രചിച്ചത് ആര്? യാത്രാ വിവരണം മദിരാശി യാത്ര രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 1938 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയത്? മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. മുറിവുകളെക്കുറിച്ചുള്ള പഠനം. മുറിവുകളെക്കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. മുറിവുകളെക്കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. മരുന്നുകളെക്കുറിച്ചുള്ള പഠനമാണ് ഫാർമക്കോളജി എന്നത്. മരുന്നുകളെക്കുറിച്ചുള്ള പഠനമാണ് ഫാർമക്കോളജി. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആര്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ബക്ക് കമ്മിറ്റിയാണ്. ബക്ക് കമ്മിറ്റി. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന്റെ വിശദ വിവരങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് 1949 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബക്ക് കമ്മിറ്റി. അനസ്തറ്റിക്കായി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തം. അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് N2O. നൈട്രസ് ഓക്സൈഡ് സാധാരണയായിട്ട് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നു. അപ്പം ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ്. ആരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ഡോക്ടർ പൽപുവിൻ്റെ വീട്ടിലാണ്. ഡോക്ടർ പൽപു. ആരാണ്? കുമാരനാശാൻ. ലോകത്ത് ആദ്യമായിട്ട് വെസ്റ്റ് നൈൽ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം? വെസ്റ്റ് നൈൽ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഉഗാണ്ടയിലാണ്. വെസ്റ്റ് നൈൽ രോഗം പ്രധാനമായും പരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുകാണ്. ക്യൂലെക്സ് കൊതുക്. നൈൽ രോഗത്തിന് കാരണമായ രോഗാണു വൈറസാണ്. 1765 സ്റ്റാമ്പ് ആക്ട് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 1765 സ്റ്റാമ്പ് ആക്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ ആയത് ആര്?
ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. കേരള ഘടകത്തിന്റെ അധ്യക്ഷനായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വയം സ്വീകരിച്ചത് എത്രാമത്തെ കുഞ്ഞാലി മരക്കാറായിരുന്നു? ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വയം സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ 4-മൻ ആയിരുന്നു. കുഞ്ഞാലി 4-മൻ. വൈദ്യുത ചാർജിനെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ പേരുകളിൽ ആദ്യമായിട്ട് നാമകരണം ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. വൈദ്യുത ചാർജിനെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ പേരുകളിൽ ആദ്യമായിട്ട് നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പ്രാചീന കാലത്ത് ഗുർജരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രദേശം ഗുജറാത്താണ്. ഗുജറാത്ത്. ചിന്തയുടെ വേഗതയിൽ ബിസിനസ് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ചിന്തയുടെ വേഗതയിൽ ബിസിനസ്. രചിച്ചത് ബിൽ ഗേറ്റ്സ് ആണ്. തരംഗദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സ്റേ ഏതാണ്? തരംഗദൈർഘ്യം കൂടുതലും ഊർജം കുറവും സോഫ്റ്റ് എക്സ്റേ ആണ്. സോഫ്റ്റ് എക്സ്റേ. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിന് എതിരെ സഞ്ചരിക്കുന്ന അവസ്ഥ. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിന് എതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നത്. അതിദ്രാവകത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജാദവ്പൂർ ആണ്. ജാദവ്പൂർ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ ജാദവ്പൂർ ആണ് സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. മധുബാനി ചിത്രരചനാ രീതി ഏത് സംസ്ഥാനത്തെ തനത് ചിത്രകലാരീതിയാണ്? ചിത്രരചനാ രീതിയാണ് മധുബാനി. മധുബാനി എവിടത്തെയാണ്? ബീഹാറിലെ ചിത്രകലാരീതിയാണ് മധുബാനി. തിരുവിതാംകൂറുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി. 1753 ഓഗസ്റ്റ് 15 തിരുവിതാംകൂറുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ. ഇന്ത്യയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ട്രെയിൻ സർവീസാണ് ഭാരത് ദർശൻ. ട്രെയിൻ സർവീസിന്റെ പേര് ഭാരത് ദർശൻ. മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ രചന. ടോൾസ്റ്റോയുടെ രചനയാണ് ദി കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു എന്നത്. രചനയുടെ പേര് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. ആരുടെ രചനയാണ്? ടോൾസ്റ്റോയുടെ രചനയാണ്. മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ രചന ഏത് എന്ന് ചോദിച്ചാൽ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു എന്നതാണ്. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. നീതി ആയോഗിന്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിലാണ്. നീതി ആയോഗിന്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ. ഏറ്റവും വീര്യമുള്ള നിരോക്സികാരി. ഏറ്റവും വീര്യമുള്ള നിരോക്സികാരിയാണ് ലിഥിയം. 1857 കലാപ സമയത്ത് കാൺപൂരിലെ കലാപബാധിതരെ സഹായിക്കുവാൻ സഹായനിധി രൂപവൽക്കരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ ആണ്. ഉത്രം തിരുനാൾ. ഏത് പർവ്വതത്തെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? നഞ്ചബർവയാണ്. നഞ്ചബർവയെ ചുറ്റിയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. നഞ്ചബർവ. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം പവിഴമാണ്. പവിഴം. ആരുടെ ആദ്യകാല കവിതകളുടെ സമാഹാരമാണ് ചിന്താമാധുരി എന്നത്? ചിന്താമാധുരി ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. ജോസഫ് മുണ്ടശ്ശേരി. ചിന്താമാധുരി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. 1959 16 മണിക്കൂറും 20 മിനിറ്റും ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. 1959. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത മന്ത്രിയായ ആദ്യ മലയാളി. കേന്ദ്രമന്ത്രിസഭയിലെ കേരളത്തെ പ്രതിനിധാനം ചെയ്ത മന്ത്രിയായ ആദ്യ മലയാളിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ഡാനിഷ്
1616 1616 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. 1616. ലോക്തക് തടാകത്തിലെ സംരക്ഷിത മൃഗം സാങ്കായിമാനാണ്. സാങ്കായിമാൻ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക. പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. സ്ഥാപിച്ചത് മേധാ പട്കർ ആണ്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് മേധാ പട്കർ. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി എറണാകുളം ജില്ലയിലാണ്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം? 1932. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിച്ച വർഷം 1932. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ച വർഷം 1934. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ ഒന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് വെറ്റിലച്ചോല. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ഡാർവിൻസ് ട്യൂബർക്കിൾ ചെവിയിലാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി. വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ ആര്? വൈദ്യുതി സമരകാലത്തെ കൊച്ചി ദിവാൻ R.K. ഷൺമുഖം ചെട്ടിയാണ്. R.K. ഷൺമുഖം ചെട്ടി. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജക കലയെ ബാധിക്കുന്നത് സാർക്കോമയാണ്. സാർക്കോമ ബാധിക്കുന്നത് യോജക കലയെ. അവസാനത്തെ ചോദ്യം, കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആര്? കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.